Stories of Marketing in Touch with Positive People. ഒരു ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്നത് 1, 2, 3 പ്രോഡക്റ്റുകൾ കൊണ്ട് നമുക്ക് ആരംഭിക്കാൻ പറ്റും. എനിക്കറിയുന്ന ഒരു വ്യക്തി ശരിക്കും ഒരു 5 പ്രോഡക്റ്റ് കൊണ്ട് നിങ്ങൾക്കറിയാം ഒരു റീറ്റെയിൽ ഷോപ്പ് നടത്താൻ സാധിക്കില്ല. 5 പ്രോഡക്റ്റുകൾ കൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ്, ഒരു വിതരണ ശൃംഖല അദ്ദേഹം ആരംഭിക്കുകയും സക്സസ് ആവുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇന്നത്തെ ടോപ്പിക്ക്, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം, ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിൽ, കൊടുത്തതിന്റെ പൈസ വാങ്ങിക്കുന്നതിനുള്ള ഒരു കഴിവും കൂടി ഉണ്ടെങ്കിൽ, അനവധി കുറേയധികം ഒരു കൊട്ടക്കണക്കിനുള്ള പ്രോഡക്റ്റുകൾ കയ്യിൽ വേണമെന്നില്ല. ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഒരു പാഷനായിട്ട്, ഞാൻ ചെയ്യുന്ന ഈ ഒരു ജോലി, എൻ്റെ ഈ പ്രോഡക്റ്റ് ഞാൻ റീറ്റെയിൽ ഷോപ്പിൽ കൊടുക്കുന്ന, ഞാൻ ഡീലർക്ക് കൊടുക്കുന്ന ഈ പ്രോഡക്റ്റുകൾ അവർക്ക് ഉള്ളതാണ്. ഞാൻ കൊടുക്കുന്ന വലിയൊരു സർവീസാണ് സൊസൈറ്റിക്ക്. എൻ്റെ ഈ പ്രോഡക്റ്റ് ഞാൻ ഡീലർക്ക് കൊടുക്കുകയും ആ ഡീലർഷിപ്പിൽ നിന്നും, ആ ഡീലേഴ്സിന്റെ അടുത്ത് നിന്നും കൺസ്യൂമർ അനവധി വന്ന് ഇത് വാങ്ങിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ഞാൻ കൊടുക്കുന്നു. ഞാൻ കൊടുക്കുന്ന ഒരു സർവീസ് എന്നൊരു മെന്റാലിറ്റിയോടെ ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പിനെ കാണാൻ ശ്രമിച്ചാൽ, ചെറിയ പ്രോഡക്റ്റ് ആയാലും 5 പ്രോഡക്റ്റ് ആയാലും, അത് വച്ച് തന്നെ വലിയൊരു ശൃംഖല ഡെവലപ്പ് ചെയ്ത് ഗ്രോത്ത് ചെയ്യാൻ സാധിക്കും. നിരവധി പേർ അതിന് ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ആരംഭിച്ച് കഴിഞ്ഞവര്, അവർക്ക് ഒരു കോൺഫിഡൻസ് ലെവല്, അവർക്ക് ആത്മവിശ്വാസം കുറച്ചുകൂടി കിട്ടുന്ന രീതിയിൽ എങ്ങനെ ഇത് ആരംഭിക്കാം, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. പല ആളുകളും ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കില്ല അവർ കാണുന്നത്. 5 കോടി അല്ലെങ്കിൽ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം, ഇതൊന്നും ഇല്ലാതെയും ചെറിയ ഒരു 50,000 രൂപ താഴെ ആരംഭിക്കുകയും പ്രോഡക്റ്റ് ഓരോന്നായി കൂട്ടി കൊണ്ടുവരികയും അങ്ങനെ വലിയ ഈ ശൃംഖല ഗ്രോത്ത് ചെയ്യുകയും ചെയ്ത അനവധി ആളുകളുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ വളർന്നു വരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പിനോട് താല്പര്യമുള്ള, ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പവർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ 13ാമത്തെ ചാപ്റ്ററിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു മേഖല ആരംഭിച്ചു. വലിയ ഫണ്ടോ പൈസയൊന്നും ആദ്യം അവൻ്റെ കയ്യിൽ ഉണ്ടായില്ല. അപ്പോ എൻ്റെ അടുത്ത് ഒരു അഭിപ്രായം ചോദിച്ചു, എങ്ങനെയുണ്ട് ഇത് തുടങ്ങിയാൽ രക്ഷപ്പെടുമോ? ഒരു ഫുഡ് പ്രോഡക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഐറ്റംസ് ആയിരുന്നു അത്. കാരണം ഒരു ബിസിനസ് ചെയ്യാൻ മുന്നോട്ട് വരുന്ന ആരായാലും, നിങ്ങളുടെ സുഹൃത്തായാലും ആരായാലും അവരെ നിരുത്സാഹപ്പെടുത്തരുത്. ഒരു നെഗറ്റീവ് തോട്ട് കൊടുത്ത് അത് ചെയ്യാതിരിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങളായിട്ട് സൃഷ്ടിക്കപ്പെടരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗോ ഹെഡ്, മുന്നോട്ട് പോകണം. ധൈര്യമായിട്ട് ചെയ്താലാണ്, ഇറങ്ങി തിരിച്ചാലാണ് നമ്മൾ സക്സസ് ആവുകയുള്ളൂ. ഇതെല്ലാം നീ ഇതിലേക്കൊന്നും പോകണ്ട, നീ ഇപ്പോൾ ഉള്ള കാര്യം കൊണ്ട് അങ്ങനെ അങ്ങ് പോകുക എന്നല്ല നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ബിസിനസ്സിലേക്ക് ഇറങ്ങട്ടെ, ഇവിടെ സംരംഭങ്ങൾ വരട്ടെ, ഡിസ്ട്രിബ്യൂഷൻഷിപ്പുകളെ കുട്ടികൾ ആരംഭിക്കട്ടെ, അത് സ്റ്റാർട്ട് ചെയ്തിട്ടെ, അതിൽ നിന്ന് എക്സ്പീരിയൻസുകൾ അവർക്ക് കിട്ടട്ടെ. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാവുള്ളൂ. ധൈര്യപൂർവം 3 പ്രോഡക്റ്റ് വെച്ച് അവൻ ഡിസ്ട്രിബ്യൂഷൻ ആരംഭിച്ചു. ഓരോ പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നു, ഇനി എന്താണ് ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, വളരെയധികം പേയ്മെന്റ് കിട്ടുന്ന ഡീലേഴ്സിനെ കണ്ടെത്തണം. നിന്റെ പ്രോഡക്റ്റുമായി 1 ഷോപ്പിൽ, 2 ഷോപ്പിൽ, 3 ഷോപ്പിൽ നീ കയറുമ്പോൾ അവർ വേണ്ട, ഇത് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞേക്കാം, ഇതിന്റെ പ്രൈസ് കൂടുതലാന്ന് പറഞ്ഞേക്കാം. ഇറങ്ങി നടക്കാനുള്ള മനോഭാവം കാണിക്കണം. ആരോഗ്യമില്ലേ?
കവി പറഞ്ഞ പോലെ പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കുവാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാ കൈകൾ നൽകിയത്രയും മനുഷ്യനെ പാരി അയച്ചതീശൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ചെറുപ്പത്തിൽ പഠിച്ചതാ. ധൈര്യപൂർവ്വം 2, 3, 5 ഷോപ്പ് നിങ്ങൾക്ക് ഓർഡർ കിട്ടിയില്ലെങ്കിൽ 6ാമത്തെ ഷോപ്പിൽ കയറണം. ഓർഡർ ചോദിക്കണം. ഇതാണ് എൻ്റെ പ്രോഡക്റ്റ്, ഇതാണ് എൻ്റെ ക്വാളിറ്റി, ഇതാണ് എൻ്റെ ഗ്യാരണ്ടി. ഉറപ്പോടെ സംസാരിക്കണം. ആ ഒരു മനോഭാവത്തിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ വരുമ്പോൾ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഓരോ ഷോപ്പിൽ നിന്നും ഓർഡർ ആയിട്ട് നിങ്ങൾ കയറി വരുമ്പോൾ അവിടെ നിന്ന് ഓർഡർ കിട്ടിയില്ലെങ്കിൽ അയാളോടുള്ള ആ റീറ്റെയിലറോടുള്ള മനോഭാവം നിങ്ങളുടെ മാറരുത്. ഇയാളെന്റെ പ്രോഡക്റ്റ് എടുത്തില്ലോ, ഇതെന്ത് മനുഷ്യനാ ഇയാൾ, അങ്ങനെ ചിന്തിക്കേ വേണ്ട. നിങ്ങൾ അതിന് പകരം ഈ സർവീസ്, എൻ്റെ ഈ പ്രോഡക്റ്റ് കൊണ്ട് ഇദ്ദേഹത്തിന് പ്രയോജനം ഇല്ല, അപ്പോൾ ഇത് ആവശ്യമുള്ള വേറെ കുറെ ഡീലേഴ്സ് ഉണ്ട് ഈ ലോകത്ത്, അല്ലെങ്കിൽ കുറെ ആൾക്കാർ വേറെ ഉണ്ട്, അവരിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റണം. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അദ്ദേഹത്തിന് ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് ഇറങ്ങി നടക്കണം. ഇനി ആവശ്യമുണ്ടെങ്കിൽ സാർ വിളിക്കൂ എന്ന് പറഞ്ഞൊരു വിസിറ്റിംഗ് കാർഡും കൊടുത്ത് നടക്കണം. അങ്ങനെ അയാൾ കയറി ഇറങ്ങി നമ്മൾ ശ്രമിച്ചാൽ, ഇറങ്ങി തിരിച്ചാൽ എന്താണ് നമുക്ക് നേടാൻ സാധിക്കാത്തതായിട്ടുള്ളത്? ഒന്ന് പറയൂ നിങ്ങൾ. ഒന്നുമില്ല. ഈ പറഞ്ഞ എൻ്റെ സുഹൃത്ത് ഇറങ്ങി തിരിച്ചു നടന്നു. അവൻ ആദ്യം ഓർഡർ കിട്ടിയില്ല, 2ാമത്തെ ദിവസം ഓർഡർ കിട്ടിയില്ല, എന്നെ വിളിക്കും. എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് എന്നെ വിളിക്കും. 3ാമത്തെ ദിവസം പോകാൻ പറഞ്ഞു. 4ാമത്തെ ദിവസം, ഒരാഴ്ച അങ്ങനെ പോയി. അടുത്ത നെക്സ്റ്റ് വീക്ക് തൊട്ട് കയറുന്ന ഷോപ്പുകളിൽ നന്നായിട്ട് പ്രസന്റേഷൻ ചെയ്യാൻ പഠിച്ചു. ആള് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചു. കൃത്യമായി പ്രോഡക്റ്റ് പ്രസന്റേഷൻ നടത്താൻ പറ്റണം, ക്വാളിറ്റിയെ കുറിച്ച് പറയാൻ പറ്റണം, ഗ്യാരണ്ടിയെ കുറിച്ച് പറയാൻ പറ്റണം. അവർക്ക് ഒരു പ്രോബ്ലം വന്നാൽ അവരുടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് വന്നിരിക്കുന്നതെന്ന് തോന്നിക്കണം. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം. അത് ഗ്രോത്ത് ചെയ്യണം. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് വീക്ക് തൊട്ട് അവർക്ക് ഓർഡർ കിട്ടി തുടങ്ങി. ഓർഡർ മാത്രമല്ല, ഉള്ള സ്റ്റോക്ക് എല്ലാം കൃത്യമായി കൊടുത്തു. അതിൽ പുള്ളിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഓർഡർ കിട്ടിയ ഷോപ്പുകളിലൊക്കെ കൊണ്ടുപോയി. ഓർഡർ കിട്ടി തുടങ്ങിയിട്ട് പിന്നെ നമ്മളായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടായില്ല. ഓർഡർ കിട്ടി സന്തോഷത്തോടെ പ്രോഡക്റ്റ് കൊടുത്തു. എവിടെ കൊടുത്തു? എല്ലാ ഡീലേഴ്സിന്റെ ഇടയിലേക്കും കൊടുത്തു. ഈ ഡീലേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ, പേയ്മെന്റ് കണ്ടീഷൻ ചോദിക്കണമായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ കിട്ടി. അതിനുശേഷം ആ കുറച്ച് പൈസ ബ്ലോക്ക് വന്നു. കാരണം ആദ്യം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കുറെ അധികം പ്രോഡക്റ്റ് എടുത്തു വെച്ച് മാർക്കറ്റിലേക്ക് കൊടുത്തില്ല. അപ്പൊ കുറച്ച് ബ്ലോക്ക് വന്നു. അത് ക്ലാരിഫൈ ചെയ്തു. ആ വന്ന ഫണ്ട് ഉപയോഗിച്ച് നെക്സ്റ്റ് സപ്ലൈ ചെയ്തു. അതോടൊപ്പം തന്നെ പേയ്മെന്റ് തരാത്തവരെ പിന്നീട് അത് വിൽക്കൂലോ അവര്. അപ്പൊ ഓർഡർ ചോദിക്കൂലോ. അപ്പൊ ആ പേയ്മെന്റ് ഫുള്ളായിട്ട് വാങ്ങിച്ചെടുക്കും. പിന്നെ സപ്ലൈ ചെയ്യണമെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ പറയും. 30 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തിനാണെങ്കിൽ പേയ്മെന്റ് വേണം, അല്ലെങ്കിൽ ബിൽ ടു ബിൽ ആയിരിക്കണം. ഞാൻ ഈ സാറ് വിറ്റ പ്രോഡക്റ്റുകൾ, ഞാൻ പ്രോഡക്റ്റ് സാറിന് തരും, അത് വിറ്റ് കഴിയുമ്പോൾ നെക്സ്റ്റ് ഓർഡർ തരുമ്പോൾ ഈ ബില്ല് ക്ലോസ് ചെയ്തിരിക്കണം. അല്ലാതെ ഒക്കെ ഏത് പ്രോഡക്റ്റ്, ഫുഡ് പ്രോഡക്റ്റ് മാത്രമല്ല, കൺസ്യൂമർ പ്രോഡക്റ്റ് മാത്രമല്ല, ഏത് പ്രോഡക്റ്റ് ആരും അങ്ങനെയൊന്നും കൊടുക്കില്ല. പേയ്മെന്റ് കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ടർ സപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഡീലർ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് മേടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അവിടെ ചെയ്തിരിക്കണം. ആ രീതിയിൽ ഈ സുഹൃത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ഇപ്പോൾ 5 പ്രോഡക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ആള് ഇപ്പോൾ 10, 20, 30 പ്രോഡക്റ്റിലേക്ക് ഗ്രോത്ത് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള ഹിസ്റ്ററിയാണ്. അങ്ങനെ ഒരു ചരിത്രമാണ്, അങ്ങനെ ഒരു സംഭവമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നേ. എക്സ്പീരിയൻസ് ഈസ് ദ മാസ്റ്റർ. അനുഭവമാണ് ഗുരു. നമുക്ക് കിട്ടുന്ന ഫീൽഡിൽ നിന്ന് കിട്ടുന്നതായാലും അനുഭവങ്ങൾ നമുക്ക് അത് ഗുരുതുല്യമായിട്ട് തന്നെ അതിനെ എടുക്കുകയും അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. ആദ്യം കുറേയധികം പ്രോഡക്റ്റുകൾ കൊണ്ടുപോയി കൊടുത്തു, അതിൽ നിന്നും ആള് പാഠം പഠിച്ചു. അപ്പൊ നമ്മളെ കോണ്ടാക്ട് ചെയ്തില്ല, ഓർഡർ കിട്ടിയ വഴിക്ക് കുറെ അങ്ങ് കൊടുത്തു. അതിനുശേഷം ഓടി വന്നു, പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു വന്നു. അപ്പൊ പൈസ കിട്ടേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു.
ഇപ്പോൾ ആള് വളരെ നന്നായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നു. ചില സൺഡേസിലൊക്കെ വീട്ടിലേക്ക് എത്തി കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെ അദ്ദേഹം പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വളരെ നന്നായിട്ട് ബിസിനസ് ചെയ്തു വരുന്നു. അന്ന് ആ സമയത്ത് തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ, നീ ഇതിലേക്ക് ഇറങ്ങരുത്, ഭയങ്കര പ്രശ്നമാണ്, ഒരു നെഗറ്റീവ് തോട്ടാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ആ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കില്ല. ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആരെയും ദ്രോഹിക്കരുത്. എങ്ങനെ ദ്രോഹിക്കരുത്? നെഗറ്റീവ് പറഞ്ഞ് ആരെയും ദ്രോഹിക്കാതെ നെഗറ്റീവ് പറഞ്ഞ് അയാൾ ഒരു പോസിറ്റീവായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, അയാൾ ഏത് മനുഷ്യനായാലും ഒരു പോസിറ്റീവ് തോട്ടായിട്ട് വരുമ്പോൾ അതിനെ നെഗറ്റീവ് കൊടുത്ത് അവരെ തളർത്തി കളയരുത്. അവർ ജീവിക്കട്ടെ, അവർ സ്വന്തമായിട്ട് അങ്ങനെ ഒരു കൂടി പണിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സൊസൈറ്റിയിൽ. എന്തുമാത്രം ആൾക്കാർ ജോലിക്ക് പോകാതെ അല്ലെങ്കിൽ വേറെ ആക്ടിവിറ്റികൾ മൊബൈൽ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സമയം നമ്മുടെ നാട്ടിൻപുറത്തും അല്ലാതെയും അങ്ങനെയൊക്കെ കഴിയുന്നു. അതിലും എത്രയോ ഭേദമല്ലേ സ്വന്തമായിട്ട് നമ്മുടെ കഴിവ് അത് വളർത്തിയെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് വിറ്റ് ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. എങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോകണം? വളരെ അടിസ്ഥാനപരമായി വേണ്ടത്, നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ, നിങ്ങളൊരു റീറ്റെയിലർ അല്ല എന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കണം. നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട് വരുന്നത് നിരവധി കസ്റ്റമറായിട്ട് കോണ്ടാക്ട് വരുന്നില്ല. ആ റീറ്റെയിൽ ഷോപ്പിന്റെ ഓണർ അയാളായിട്ട് മാത്രമാണ് നിങ്ങൾക്ക് കോണ്ടാക്ട് വരുന്നുള്ളൂ. ഒരു റീറ്റെയിൽ ഷോപ്പുകാരനാണ് ഈ അനവധി കസ്റ്റമേഴ്സ് ആയിട്ട് ബന്ധപ്പെടേണ്ടി വരും. ആ ഷോപ്പിലേക്ക് വരും, അവരോടൊക്കെ മറുപടി പറയേണ്ടി വരും. അധികം പ്രോഡക്റ്റുകൾ ഉണ്ടാവും, അവിടെ സ്റ്റാഫുകൾ ഉണ്ടാവും. ഇതൊന്നും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. മാക്സിമം ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. സ്കീമുകൾ, ക്യാഷ് ഡിസ്കൗണ്ടുകൾ, ഓഫറുകൾ, അതിലെല്ലാം ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം ഡിസ്ട്രിബ്യൂട്ടർ. അങ്ങനെ ശ്രമിച്ചാൽ മാത്രമാണ് പ്രൈസ് നെഗോഷ്യബിൾ ആയിട്ട് നല്ല പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ഡീലർക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഡീലർക്ക് പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് മാന്യമായ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഒരു 20%, 25% അതിൽ എക്സ്പെൻസ്, പെട്രോൾ എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ്, അതർ എക്സ്പെൻസ് എല്ലാം അന്നത്തെ ഉണ്ടാവും അല്ലേ? അപ്പൊ മാന്യമായ വിലയ്ക്ക് ഒരു പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടർക്ക് വിൽക്കാൻ സാധിക്കണം. അങ്ങനെ വിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം വരുമ്പോൾ, വിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് പകുതി ഇടയിൽ നിർത്തി, അല്ലെങ്കിൽ പകുതി കുറെ പൈസ മാർക്കറ്റിൽ എടുക്കും, കുറെ പൈസ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടാവും, കുറെ പൈസ ബാങ്കിലേക്ക് അടയ്ക്കാനുണ്ടാവും. ഇങ്ങനെ ഒരു അവസ്ഥ വരാതെ മാന്യമായ മാർജിൻ എടുത്ത് പ്രോഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കുക. മറ്റുള്ള ഡിസ്ട്രിബ്യൂട്ടറെ, അതർ ഡിസ്ട്രിബ്യൂട്ടറെ, കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടെങ്കിൽ അവർ റേറ്റ് താത്തി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾക്ക് റീറ്റെയിൽ ഷോപ്പിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാം. എൻ്റെ ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസ് ഇതാണ്, എനിക്ക് ഇങ്ങനെ വിറ്റാലാണ് ഈ മാർക്കറ്റിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കൂടുതൽ ഓഫറുകളും ഡിസ്കൗണ്ടും കൊടുക്കുന്നവർ, തരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ സാറിന് അവിടെ നിന്ന് എടുക്കാം. എൻ്റെ പ്രൈസ് ഇതാണ്, എൻ്റെ GST നമ്പർ, ഡീറ്റെയിൽസ്, ഇൻവോയ്സ് അടിച്ച് കിട്ടുന്ന എൻ്റെ പ്രൈസ് ഇതാണ്. അങ്ങനെ ധൈര്യപൂർവ്വം ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഡീലറുടെ അടുത്ത് സംസാരിക്കാൻ പറ്റണം. പിന്നെ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ഒരു 20 പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. ഇനി 25-ാമത്തെയോ 26-ാമത്തെയോ 27-ാമത്തെയോ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ ആ റീറ്റെയിൽ ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഏണിങ്സ് എന്താണെന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അയാളുടെ പേയ്മെന്റ് സിസ്റ്റം എങ്ങനെയാണ്? അയാൾ 50,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര പൈസ ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ആ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്നുണ്ട്, തരാൻ എത്രയുണ്ട്, 30 days കഴിഞ്ഞ ഔട്ട്സ്റ്റാൻഡിംഗ് ആണോ, അല്ലെങ്കിൽ ബിൽ ടു ബിൽ ആണോ, അല്ലെങ്കിൽ 20 ദിവസമായി ഔട്ട്സ്റ്റാൻഡിംഗ് ആണോ നിൽക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെറുതായിട്ടൊക്കെ സപ്ലൈ ചെയ്യാം. അങ്ങനെ കുറെ ഷോപ്പുകൾ നിങ്ങളെ സെലക്ട് ചെയ്ത ശേഷം
നല്ലപോലെ പേയ്മെന്റ് തരുന്ന കസ്റ്റമറെ നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരൊരു പുതിയ പ്രോഡക്റ്റ് നിങ്ങളോട് ചോദിക്കുന്നു, ആ ഡീലർ ഒരു പുതിയ പ്രോഡക്റ്റ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് സ്റ്റഡി നടത്തി ആ പ്രോഡക്റ്റ് സൂപ്പർ സ്റ്റോക്കിസ്റ്റിന്റെ നിന്നോ കമ്പനിയിൽ നിന്നോ പർച്ചേസ് ചെയ്യണം. അതിനുശേഷം അത് സ്കീമിലാണെങ്കിൽ സ്കീമിൽ പർച്ചേസ് ചെയ്യണം, ക്യാഷ് ഡിസ്കൗണ്ടിലാണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യണം. അതിന് പർച്ചേസ് ചെയ്ത ശേഷം ഇതുപോലെ പേയ്മെന്റ് ഡിലേ വരാതെ തരുന്നവർക്ക് ആ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റണം. അത് എല്ലാ റീറ്റെയിൽ ഷോപ്പിലും കൊണ്ട് കൊടുക്കാതെ പേയ്മെന്റ് ഡിലേ വരുത്താത്ത റീറ്റെയിൽ ഷോപ്പിൽ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റണം. അങ്ങനെ വിൽക്കുമ്പോൾ കൂടുതൽ മാർജിനും ക്യാഷ് ഇൻഫ്ലോയും നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങും. ഉറപ്പായിട്ടും ഡെഫിനറ്റ് ആയിട്ടും അത് സംഭവിച്ചിരിക്കും. അങ്ങനെയൊക്കെയാണ് വലിയ ഡിസ്ട്രിബ്യൂട്ടർമാരായിട്ട് ഗ്രോത്ത് ചെയ്ത് വരുന്നത്. അല്ലാതെ ഒരു കമ്പനിയോ ഒരു ഡിസ്ട്രിബ്യൂട്ടറോ ഈ പ്രോഡക്റ്റ് എടുക്കണം എന്നുള്ളൊരു പ്രഷറിന്റെ പുറത്ത് മാർക്കറ്റിൽ പോകാത്ത പ്രോഡക്റ്റുകൾ വെറുതെ പർച്ചേസ് ചെയ്ത് മൂലയിലേക്ക് വയ്ക്കാതെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആരുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കമ്പനിയിൽ നിന്ന്, സൂപ്പർ സ്റ്റോക്കിസ്റ്റിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെന്ന ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് അത് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ പറ്റണം. വിറ്റഴിക്കാൻ പറ്റാത്ത പ്രോഡക്റ്റുകള് ഒന്നും തന്നെ നിങ്ങൾ വാങ്ങിച്ച് കൂട്ടി വച്ച് ഓവർഹെഡ് ഉണ്ടാക്കരുത്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ഓവർഹെഡ് ഉണ്ടാക്കി വെച്ച് വിറ്റുപോകാത്ത ഐറ്റംസ് ഒരു സൈഡിലേക്ക് കൂട്ടിയിട്ട് അത് വിൽക്കാൻ പറ്റുന്നില്ല, അതിന്റെ പേയ്മെന്റ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റോക്കിസ്റ്റിന് അതിന്റെ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല. അത് ആവശ്യക്കാരില്ല. ആ പ്രോഡക്റ്റിന് ഡീലർക്ക് അത് ആവശ്യമില്ല, അല്ലെങ്കിൽ അതിന്റെ അപ്ഡേഷൻ നടത്തിയ പ്രോഡക്റ്റ് അല്ല. അങ്ങനെയൊക്കെ വരാം. അതൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്നതിന് മുമ്പ്, ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് മാർക്കറ്റ് സ്റ്റഡി നടത്തണം. എവിടെ മാർക്കറ്റ് സ്റ്റഡി നടത്തണം? ഡീലേഴ്സിന്റെ അടുത്ത് പോയി മാർക്കറ്റ് സ്റ്റഡി നടത്തണം. ഇത് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണോ, ഇത് എടുത്താൽ നിങ്ങൾ എടുക്കാൻ തയ്യാറാണോ? അത് മാർക്കറ്റ് സ്റ്റഡി നടത്താതെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വിതരണ ശൃംഖലയിലേക്ക് ഒരു പ്രോഡക്റ്റ് പോലും ആഡ് ചെയ്യരുത്. പ്രോഡക്റ്റ് വന്നാൽ നമ്മുടെ ഗോഡൌണിൽ വിശ്രമിച്ചിരിക്കാൻ ആ പ്രോഡക്റ്റിന് സമയം കൊടുക്കാതെ അത് വിശ്രമിച്ചിരിക്കേണ്ടത് റീറ്റെയിൽ ഷോപ്പിലാണ്. റീറ്റെയിൽ ഷോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവേണ്ടത് ആ എൻഡ് കൺസ്യൂമറുടെ വീട്ടിലായിരിക്കണം. അല്ലെങ്കിൽ അതിന്റെ എന്താണ് യൂസേജ്, അത് പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. മൊബൈലൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നില്ലേ? ഒരു സിം എടുത്ത ശേഷം നമ്മൾ മൊബൈലിലേക്ക് ഇട്ട ശേഷം അത് ആക്ടിവേറ്റ് ചെയ്യാൻ, സഡൻ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും വളരെ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യാറുണ്ട്. പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്യണം, ഫോൺ കോൾ ചെയ്യണം. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനിയിൽ നിന്നും മാനുഫാക്ചർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തെത്തി, അത് റീറ്റെയിലറുടെ അടുത്തെത്തിയ അത് പെട്ടെന്ന് തന്നെ എൻഡ് കൺസ്യൂമർ അടുത്തേക്ക് അത് എത്തിക്കുകയും അയാൾക്ക് അത് വളരെ സഡൻ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഹാപ്പി ആവുന്നത്. കാരണം അയാൾ കൊടുത്ത സർവീസ് അവിടെ കറക്റ്റായിരുന്നു, ആപ്റ്റായിരുന്നു. ആ സർവീസ് കൊണ്ട് ആ റീറ്റെയിൽ ഷോപ്പുകാരന് വളരെയധികം ഹെൽപ്ഫുള്ളായി. അത് ചോദിച്ച എൻഡ് കൺസ്യൂമറിന് ഒരുവിധം നല്ല ലാഭത്തിൽ തന്നെ കൊടുക്കാൻ പറ്റി. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അയാൾക്ക് കിട്ടി. അയാൾ വീട്ടിൽ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകാൻ ഒരു ചാനൽ പാർട്ണർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഡീലർക്ക് അവർ ആവശ്യപ്പെടുന്ന ഐറ്റം, അവർ ആവശ്യപ്പെടുന്ന ക്വാണ്ടിറ്റി, അവർ ആവശ്യപ്പെടുന്ന ക്വാളിറ്റി കൊടുക്കാൻ സാധിച്ചിരിക്കണം. ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, പ്രൈസ് മാക്സിമം നെഗോഷ്യബിൾ പ്രൈസിൽ, സ്കീമില്, ക്യാഷ് ഓഫറിലൊക്കെ പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഹൈ പ്രൈസ് ആയിരിക്കരുത്, ക്വാളിറ്റി ഹൈ ആയിരിക്കണം, അതിന്റെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഹൈ ആയിരിക്കണം, ആഫ്റ്റർ സർവീസ് ഹൈ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഒരു വിതരണക്കാരൻ, ഒരു ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിലറെ സമീപിക്കാവുള്ളൂ. നിങ്ങളെക്കുറിച്ച് ഒരു മതിപ്പ്, നിങ്ങളെക്കുറിച്ച് ഒരു നല്ല ആറ്റിറ്റ്യൂഡ് ആ ഡീലർക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളെക്കുറിച്ച് നല്ല ആറ്റിറ്റ്യൂഡും നിങ്ങളെക്കുറിച്ച് ഒരു റെസ്പെക്റ്റും അയാൾക്ക് ഉണ്ടാകണമെങ്കിൽ
റെസ്പെക്റ്റ് കൊടുത്താൽ മാത്രം പോരാ, പ്രോഡക്റ്റ് കൂടി നല്ലത് കൊടുക്കണം. ലാഭം മാത്രം നോക്കി ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ നോക്കരുത്. കുറച്ചുകൂടി അതിന്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ആഫ്റ്റർ സർവീസ് ഉണ്ടായിരിക്കണം. കസ്റ്റമറെ പ്രയാസപ്പെടുത്താതെ ഹാപ്പി ആയിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കണം. അങ്ങനെ ഒരു കസ്റ്റമർ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു സ്വാധീനം, അതിൻ്റെ ഒരു പോസിറ്റീവ് വലയം, അതിൻ്റെ ഒരു എനർജി അത് നിങ്ങളെ ഗ്രോത്തിലേക്ക്, ഉയർച്ചയിലേക്ക് നയിക്കും എന്നുള്ള കാര്യം ഡെഫിനറ്റ് ആണ്, ഉറപ്പാണ്. ഓൾ ദ ബെസ്റ്റ്.